ദൈവനാമത്തിൽ പൂർണ്ണമായിട്ട് എനിക്കും വചനമായിട്ട് നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. നമ്മുടെ സഭയായിട്ട് മാസപ്രാർത്ഥനയായിരിക്കുന്നല്ലോ. എനിക്ക് വൈകിട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് വരാനത് പറ്റുന്നില്ല. അതുള്ള ഓരോ ഇതുണ്ട്, ഒരു പ്രയാസമുണ്ട്. ഞാനിപ്പം പാടിയ പാട്ട് ഞാൻ എഴുതിയത് ദാസനാം എന്നുള്ള പാട്ടാണ്. പക്ഷെ തുടങ്ങിയത് അടുത്ത വരിയാണ്. അതാണ് എനിക്ക് ഇച്ചിരി മിസ്റ്റേക്ക് തോന്നുന്നത്. ഇത് ഞാനിപ്പോൾ ഈ വിഷമം ഞാൻ 2 ദിവസം കൊണ്ട് നടക്കുമോ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് പാടിയത് 2 ദിവസം കൊണ്ട് നടക്കും. അത് പാട്ടിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഇതിനോട് ഭയങ്കര ഈ പാട്ടിനോട് വല്ലാത്തൊരു സ്നേഹവും ഇതിൽ ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ തെറ്റുപാടിയില്ല എന്നുള്ള ഒരു രസമൊക്കെ ദൈവം ഇത്രത്തോളം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു. എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യമൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനായിരിക്കുന്നത്. ഞാൻ ഓർക്കുക, വർഷത്തിൻ്റെ കണക്ക് പറയല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കല്ല. ഞാൻ ഈ ചർച്ചിൽ വന്ന് 2010 ഞാൻ വരുന്നത്. 2010 മാർച്ച് തോന്നുന്നു. അതെ, വളരെ എന്നെ കൊണ്ടുവന്ന് സിജോയാണ് ഞാൻ 2008 ബഹ്റി വരുന്നു. 2010 ഞാൻ ചർച്ച വരുന്നു. സിജോയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. വളരെയേറെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. കാരണം നമ്മൾ സഹോദരങ്ങളെ പോലെ എല്ലാവരും നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച അനീഷ് പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു. വിളിക്കുകയും പറയുകയും നമ്മൾ പോവുകയും വരികയും എന്തെങ്കിലും ആവശ്യമുണ്ട് സഹോദരന്മാരെ വിളിക്കുകയും സഹോദരന്മാർ ഇങ്ങോട്ട് വരികയും വീട് വിസിറ്റ് ചെയ്യുകയും ഭയങ്കര സഹകരണമുള്ള ഒരു. ഇപ്പം ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നത് കേട്ടോ, ഇപ്പം അങ്ങനെയുള്ള ഒന്നും ഇല്ല എന്നുള്ള അതിൽ നിന്ന് കുറവ് വന്നു. കാരണം പറഞ്ഞോട്ടെ, ഓരോരുത്തർക്ക് ഓരോ ഇന്നാരും മാത്രം വിളി, ഇന്നാരും ഒത്തിരി വിളിക്കുന്നു. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന ഒരവസ്ഥകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുകയും വരികയും ഒക്കെ ചെയ്യുന്നൊരു ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അതെല്ലാം തിരിച്ചു വരട്ടെ, ആ ഒരു സന്തോഷമൊക്കെ തിരിച്ചു വരട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ വരികയും ഇപ്പം എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ പ്രേയർ കൂട്ടായ്മയിൽ ഞാനിവിടെ കാണാം. ആ സമയത്തൊന്നും ഞാൻ നാട്ടിൽ പോകാറില്ല. കാരണം ഞാൻ ഇവിടെ ആയിരിക്കും. ആ സമയത്ത് കൂടുതൽ ഞാൻ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ നാട്ടിൽ പോകുന്ന അവസരങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ആയിരിക്കും. വളരെയേറെ അനുഗ്രഹപ്പെട്ടു. കാരണം ഞാൻ പേര് കൊടുക്കാൻ, കാരണം മെസ്സേജ് എല്ലാവർക്കും പറയണല്ലേ, 21 ദിവസം 21 ദിവസം ഉണ്ടല്ലോ. ആ 21 ദിവസത്തിൽ പേര് കൊടുക്കാൻ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കാൻ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ഞാൻ പലപ്പോഴും കുറച്ച് പിന്നെ കുറച്ച് താമസമൊക്കെയാണ്. ഞാൻ ഈ പ്രാവശ്യമുള്ളൂ ഞാൻ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ. കാരണം എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രേരണ, ഈ ഒരു വചനം എനിക്ക് ഞാൻ എന്നത്തെ പിടിച്ച ഇരുത്താന്ന് വേണം. കൂടുതൽ ഞാൻ പാട്ടിലോടാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ല, നീ പറയണമെന്നുള്ള ഭയങ്കര പ്രേരണ. അപ്പം ഞാൻ സിജോയോട് ഞാൻ പറഞ്ഞു, സിജോ എൻ്റെ പേര് വെച്ചേക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും തോന്നല്ല. കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാവരും പേര് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു, പിന്നെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്നുള്ള വെച്ചിട്ടൊക്കെ ആയിരിക്കും അടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും കിട്ടിയ നല്ലൊരു അവസരമാണ്. നമ്മളെപ്പോഴും കേൾവി മാത്രക്കാരായിപ്പോവല്ലേ, കേൾവിക്കാരായി മാത്രമല്ല നമ്മളോട് പറയുന്നതും മറ്റുള്ളവർ കേൾക്കണമെന്നാണ്. അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നതും. നമുക്കൊരു പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ വളരാനൊക്കെ പറ്റിയ ഒരു ഇതാണ്. കാരണം എനിക്ക് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിയിട്ടില്ല. കാരണം നാട്ടിൽ വെച്ച് പാട്ടൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ട് ഞാൻ, എൻ്റെ വേറെ കൂട്ടുകാരും കൂടെ. പക്ഷെ വചനങ്ങളൊന്നും ഞങ്ങൾ പ്രസംഗിച്ചില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാണ് എനിക്ക് വചനത്തിൽ നിൽക്കാനൊക്കെ, വചനം പറയാനുള്ള കുറച്ച് പ്രേരണയൊക്കെ എനിക്ക് കിട്ടിയത്. കാരണം കൂടുതൽ ധൈര്യം കിട്ടിയത്. കാരണം അന്ന് ഞാൻ വചനം പലപ്പോഴും ഞാൻ ദൈവം പ്രേരിപ്പിക്കുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല നേരത്തെ. ഇപ്പൊ അത് നോക്കും, ദൈവം തരുന്നത് എന്തുവാണോ അതങ്ങ് പറയുന്നത്. കാരണം ദൈവം പ്രേരിപ്പിക്കുന്നത് എന്തുവാണോ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ ചോദിക്കും. അതൊരു ശിക്ഷയാണ്. നമ്മൾ പറയാതിരിക്കുന്നതും ഒരു ശിക്ഷയാണ്. അപ്പം നമ്മളത് പറയണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ
എന്നിട്ട് എനിക്ക് സുവിശേഷമൊക്കെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സുവിശേഷമൊക്കെ പറയാം. ഞാൻ എൻ്റെ കല്യാണത്തിന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുട്ടനാടിൻ്റെ പല ഭാഗത്തും വള്ളത്തേലാണെങ്കിലും ബോട്ടേലാണെങ്കിലും പരസ്യം നടത്താൻ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാരണം എൻ്റെ ഒരു അപ്പൻ്റെ അനിയനും എൻ്റെ അപ്പനെ 4 അനിയന്മാരാണ്. അതിൽ മൂന്നാമത്തെ അനിയന് പാസ്റ്ററാണ്. പുള്ളി ഇതുപോലെ പരസ്യങ്ങളൊക്കെ നടത്താൻ ഇപ്പോഴും വള്ളത്തിൽ പോകും. വള്ളത്തിൽ പോയിട്ട് കാലം തിരിഞ്ഞു വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ചർച്ചയിൽ നിന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ ട്രാക്ടർ കൊടുക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കുട്ടനാടിൻ്റെ പല ഭാഗത്തും. പിന്നെ ബോട്ടയിൽ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ബോട്ടയിലൊക്കെ ഞങ്ങൾ പരസ്യം നടത്താനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ നിന്ന് വള്ളക്കാരി മേൽപ്പാടം. അപ്പം വളരെ ഇഷ്ടമുള്ള, കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രേരണ എനിക്കുണ്ട്, കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രാക്ട് കൊടുക്കാൻ. എൻ്റെ ചർച്ചയിൽ കൺവെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കണം. എന്നിട്ട് ഈ കൺവെൻഷനൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ ഫ്രണ്ട് നിന്നിട്ട് അവിടെ അല്ലെങ്കിൽ അവിടെ മാവിൻ്റെ കീഴ് അവിടെ ഇവിടെ നിന്നെല്ലാം കേൾക്കുന്നൊരു ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ അവിടെ കണ്ട് പേപ്പർ കൊണ്ട് കൊടുക്കുക, ഇത് കൊണ്ട് കൊടുക്കുക. പക്ഷെ ഇതിനെപ്പറ്റി അറിയത്തില്ല, പക്ഷെ ഇത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര, കാരണം ഞാൻ ഇവിടെ ബഹറി വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ട്. ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാൻ എൻ്റെ റൂമുകാരോടും എനിക്കിതൊന്ന് പറയണം. ഞാൻ സ്വയമേ പുകഴ്ത്തുവാണെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. അപ്പം എനിക്ക് അങ്ങനെ ഒരു പറയണം എന്നുള്ള പ്രേരണ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം എൻ്റെ റൂമുകാരോട് എൻ്റെ വിഷയം അപ്പം പറയണം. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് 2-3 പ്രാവശ്യമൊക്കെ പറയാനൊക്കെ ഇടയ്ക്കാണ്. ഞാൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു. അപ്പം അവിടെ മുമ്പേ അതുപോലെ ജീവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എനിക്ക്. കാരണം അവർ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അവരോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെയേറെ കീപ്പ് ചെയ്താണ്. ഞാൻ ദൈവത്തിൻ്റെ കുറിപ്പുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെ കുറിപ്പുണ്ട്. ഒരു പേര് ദോഷങ്ങളൊന്നും നമ്മുടെ ഞാൻ ഇന്നകത്ത് കൂടുന്ന, അപ്പം അവർക്ക് അവൻ അങ്ങനത്ത് പോകുന്ന, എന്നിട്ട് അവൻ ഇങ്ങനെ കാണിക്കും എന്ന് ഞാൻ പറയാൻ ദൈവത്തിൻ്റെ കുറവുകൊണ്ട് അങ്ങനെ പറ്റിയില്ല. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് സുവിശേഷം പറയാനൊക്കെ പറ്റി. പക്ഷെ എനിക്കിപ്പം ഞാൻ പുതിയ കമ്പനിയിൽ ഞാൻ മാറി, പക്ഷെ അവിടെ പറ്റത്തില്ല. അവിടെ അവർ സമ്മതിക്കാത്തല്ല, പക്ഷെ അവരുടെ സൗകര്യം കുറവായതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. ഡ്യൂട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, അവിടെയും പറ്റത്തില്ല. എനിക്ക് അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് അവിടെ എന്ന് പറയണ്ട ഒരു നല്ലൊരു പ്രേയറൊക്കെ നടത്തുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. എൻ്റെ അവിടെ താമസിക്കുന്ന ആൾക്കാരോടൊക്കെ ഫുള്ളും ബംഗ്ലാദേശുണ്ട്, മലയാളികളും ഉണ്ട്. അപ്പം അവരോടൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യം കുറവുകൊണ്ടാണ് ഇത് പറ്റാത്തത്. പ്രാർത്ഥിക്കണം, എനിക്ക് വലിയ ആഗ്രഹമാണ്. ഇതൊക്കെ ദൈവത്തിന്റെ വേലയൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമാണ്. കൂടുതലും പാട്ടിലൂടെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം പറഞ്ഞാൽ ഞാൻ അല്ലാതെ തന്നെ ഞാൻ അവസരങ്ങൾ ഒപ്പിച്ചു കൊടുക്കുകയും അത് ട്രാക്ട് കൊടുക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ ദൈവം അങ്ങനെയുള്ള പ്രേരണ എനിക്ക് കിട്ടാറുണ്ട്. നാട്ടിൽ വെച്ച് എനിക്ക് ഒത്തിരി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഇന്ന് മെസ്സേജ് പറയണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഒരാഴ്ച മുമ്പ് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ശനിയാഴ്ചയാണല്ലോ തീരുമാനിച്ച്. അതിന് ഒരാഴ്ച മുമ്പ് ദൈവം തന്ന ഒരു ആലോചന ഞാൻ എൻ്റെ ചെറിയ രീതിയിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 15:8 വാക്യം. മതി. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നിട്ടും എന്താ വിളിച്ച് അവരുടെ ഹൃദയം എന്നെ വിട്ടാകി. അത് ഈ ജനം എന്ന് പറയുന്ന ആരാ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ജനം, ദൈവത്തെ ആരാധിക്കണമെന്ന് ഇറങ്ങിയ ജനം. ദൈവത്തെ ആരാധിക്കുന്നു, എല്ലാം ഉണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം കൂടി വരുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഒരു ജനം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ അതിന് ആത്മാവ് സത്യത്തിലും ആരാധിക്കുന്നു പറയുന്നു, ആത്മാവ് സത്യത്തിലും ആരാധിക്കുന്നു, എല്ലാം പാട്ടിലൂടെയും വചനത്തിൽ കൂടെയും ഈ ജനം ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൈവം എന്താ പറയുന്നത്?
ദൈവം പറയുന്നത് അതരം കൊണ്ട് എനിക്ക് തോന്നുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് ദൈവത്തോട് അവരും ഒത്തിരി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവ പറയുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യമാണ്. പക്ഷെ ഈ ജനം പറയുന്നത് എന്നെ കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ ഒഴിവിച്ചു, ദൈവം സൗഖ്യമാക്കി, എനിക്ക് ഇന്ന ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു, ഒക്കെ ശരിയാണ്. പക്ഷെ ദൈവം തിരിച്ച് സാക്ഷ്യം പറയുന്നത് ഇതാണ് പറയുന്നത്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് സങ്കീർത്തനത്തിലാണ്. കൂടുതൽ നമ്മുടെ ഹൃദയം കൂടുതലും ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ കൂടുതലൊക്കെ മറ്റുള്ളവരുണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കുന്ന ഹൃദയത്തെ പറ്റി കൂടുതൽ സംസാരിക്കുന്ന സങ്കീർത്തനങ്ങളിലാണ് ഇത് കൂടുതൽ സംസാരിക്കുന്നത്. കാരണം ദൈവം അത്രത്തോളം ആ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനാണ്. ആദാമിനെ ഹവ്വായും ദൈവം സൃഷ്ടിച്ചു, ദൈവം എല്ലാം കൊടുത്തു. പക്ഷെ എല്ലാം കൊടുത്തപ്പം പക്ഷെ ആ ഹൃദയത്തിന്റെ താക്കോൽ നമ്മളെ ഏൽപ്പിച്ചു. നമുക്കത് അത് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തുറക്കേണ്ട താക്കോൽ നമ്മളാണ് തുറക്കേണ്ടത്. ആ ദൈവമല്ല തുറക്കേണ്ടത്, നമ്മളാണ് ആ ഹൃദയം തുറക്കേണ്ടത്. അതും തുറന്നു കഴിയുമ്പോഴേ അതിലോട്ട് കവിയാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, പുറമേ അല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം പുറമേ ആരാധിക്കാൻ അർഹനല്ല, അത് കേൾക്കാൻ അർഹനല്ല. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ആരാധനയാണ് ദൈവം കേൾക്കാൻ അർഹൻ. അത് നമ്മൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ ജനം എന്നെ വിട്ടു അകന്നിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ഈ ബൈബിളിലെ പല വാക്യങ്ങൾ നമ്മുടെ പഴയ തലമുറയിലെ ആരാധന പിതാക്കന്മാരാണെങ്കിലും നമ്മുടെ പ്രവാചകന്മാരാണെങ്കിലും നമ്മുടെ ബൈബിളിലെ അവരെ ദൈവം പ്രസാദിച്ച ആരാധനയുണ്ട്, ദൈവം പ്രസാദിക്കാത്ത ആരാധനയുണ്ട്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന് ആഗ്രഹിക്കുന്നത് ആരാധന ദൈവം പ്രസാദിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയപരമായി ദൈവത്തെ ആരാധിക്കണം. ഞാൻ പറഞ്ഞത് ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവിനോട്, പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. ഹാഫ് അല്ല ആഗ്രഹിക്കുന്നത്, ഫുള്ളാണ് ആഗ്രഹിക്കുന്നത്. നീയും വേറെ വാക്യമുണ്ട്, നീ എന്താ പറയുക, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. നമുക്ക് ഹൃദയത്തിൽ ഉറപ്പാണ് വേണ്ടത്, ധൈര്യമാണ് വേണ്ടത്. കാരണം ദൈവം നമുക്ക് ധൈര്യം തരുന്നുണ്ടെങ്കിൽ മാനുഷ്യമായിട്ട് നമ്മൾ ആ ഒരു ധൈര്യത്തെ നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് മാനുഷ്യമായിട്ടുള്ള ധൈര്യം, പക്ഷെ നമുക്ക് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവം നമ്മുടെ ഉണ്ടെന്നുള്ള ആ ചിന്തയൊന്നുമില്ല. നമുക്ക് നീ ഉറപ്പുള്ളവനായിരിക്കും. ദൈവം പറയുന്നത് നീ ഉറപ്പും ധൈര്യമുള്ളവൻ. ആ ധൈര്യത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. അതിനത് സങ്കീർത്തനം 45:1 വായിച്ചേ. മതി. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഈ ഒരു ശുഭവചനം കവിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു വെച്ചെങ്കിൽ മാത്രമേ ഇത് ശുഭവചനത്താൽ കവിയത്തുള്ളൂ. വചനം എപ്പോഴും ശുഭമായിരിക്കും, വചനം എപ്പോഴും നല്ലതായിരിക്കും. ദൈവത്തിന്റെ വചനം എപ്പോഴും ശുഭമായിരിക്കും. പക്ഷെ എന്റെ ഹൃദയം ശുഭവചനത്തെ കവിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അടച്ചു വെച്ച കാര്യം നടക്കൂ, പകുതി തുറന്നു വെച്ച കാര്യം നടക്കൂ. നിന്റെ ഹൃദയം പൂർണ്ണമായിട്ട് അതിനകത്ത് കവിയണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങ് തുറന്നു വെച്ചെങ്കിൽ ശുഭവചനത്തെ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കൊണ്ട് വായിക്കാം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വായിച്ചു പോകാം. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള കവിയൽ വേണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ട് ആ കവിയൽ നമ്മുടെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തുറന്നു വെച്ചെങ്കിൽ മാത്രമേ ആ യഥാർത്ഥമായിട്ട് നമുക്ക് ആ കവിയൽ കിട്ടത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കും, ദൈവം അത് പ്രസാദിക്കത്തുള്ളൂ. ഞാൻ ഓർക്കും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം കാരണം എനിക്ക് ഇത് പറയാനുള്ള പ്രേരണ ഉള്ളതുകൊണ്ട്, കാരണം എനിക്ക് ഒത്തിരി വാക്കുള്ള, പക്ഷേ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ദൈവനോട് ചോദിക്കും. കാരണം നീ എന്തുകൊണ്ട് ഞാൻ നിന്നെ ഓർപ്പിച്ചിട്ടത് പറയുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ
എല്ലാവരും അങ്ങനെയാണല്ലോ. ദൈവം അങ്ങനെ പറഞ്ഞൊരു എന്തൊക്കെയാ കണ്ടിട്ടായിരിക്കും പറയുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പൂർണ്ണതമാണ് ദൈവം വേണ്ടത്. അതിനകത്ത് റോമർ 8:5-6-7 വായിച്ച്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ജഡത്തിന് ചിന്ത മരണം ആത്മാവിന് ജഡത്തിന്റെ സ്വഭാവം. ഇപ്പൊ ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ജഡത്തിന്റെ സ്വഭാവം വരുന്നത്. ആത്മാവിന്റെ സ്വഭാവവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരും. ഈ രണ്ട് കാര്യം കൂടെ വരും. അത് തീരുമാനിക്കുന്ന നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന്. ഞാൻ അവർക്ക് ഈ ട്രാക്ടൊക്കെ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ട്രാക്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഇച്ചിരി പുസ്തകം ഉണ്ടല്ലോ, തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അന്നൊക്കെ ഇടമാകാം ഇവിടെ അതിങ്ങനെ കൊടുക്കും. നമുക്കിതൊന്നും വളരെ കൂടുതലും ആ ചെറുപ്പകാലത്ത് നമ്മളൊന്ന് വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തമ്പിയുടെ ഹൃദയം. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? സിംഹമുണ്ട്, കരടിയുണ്ട്, ഹൃദയത്തിൽ എന്തെല്ലാം അതിനകത്ത് ജീവിയുടെ ഒക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ജീവിയുടെ ഒക്കെ ആ പിക്ചർ ഞാനങ്ങ് വിട്ടുപോയി. അത് കാരണം അത് വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൽ എല്ലാം ഉണ്ട്, നിറയ്ക്കുന്ന എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് വേറെ കാര്യം, അതിനകത്ത് വേറെ പിക്ചർ ഉണ്ട്. ദൈവത്തിന്റെ ദൂതൻ വാളായിട്ട് വന്ന് ഇതിനെല്ലാം ആട്ടി ഓടിക്കുന്ന ഒരു പിക്ചറുണ്ട് ദൈവത്തിന്. അത് ആട്ടി ഓടിക്കണം എന്ത് ചെയ്യണം? ദൈവം കാരണം നമ്മള് ആഗ്രഹിക്കും കൂടെ ചെയ്യണം. എന്നാലേ ദൈവത്തിന് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നമ്മള് ഈ അല്ല നമ്മുടെ ദൈവത്തിന് പറ്റും. പക്ഷെ നമ്മളത് ആഗ്രഹിക്കണം. ദൈവത്തോട് പറ്റാത്തൊരു കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ആ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ സാത്താനെ നമുക്ക് ഉൾക്കൊള്ളാം, ദൈവത്തെ ഉൾക്കൊള്ളാം. ആ രണ്ട് വാതിലാണ് ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു തീരുമാനം എടുക്കുന്ന നമുക്കാണ് തീരുമാനം എടുക്കാൻ ദൈവം കാരണം തന്നിരിക്കുന്നത്. നമ്മളത് ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. കാരണം ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആളായിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു അശുദ്ധാത്മാക്കൾ പോകത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് തുറന്നു കൊടുക്കണം. കാരണം ഒന്നുകൂടെ വായിച്ച 8 റോമർ 8 ജഡസ്വഭാവം ഉള്ളവർക്കും ജഡസ്വഭാവം ഉള്ളവർക്കും ജഡത്തിലുള്ള ചിന്തിക്കുന്നു. ജഡത്തിലുള്ള ചിന്തയെന്ന് പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ജഡത്തിലുള്ള അതല്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ അകത്തുള്ള മോഹങ്ങളെല്ലാം ദൈവം വേണ്ടെന്ന് പറയുന്നത്. കാരണം ഇതോട് പറയുന്ന എല്ലാം ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ആത്മാവിന്റെ സ്വഭാവം അതല്ല. ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് വേറെയാണ്. അത് നമ്മുടെ നിത്യജീവനേക്കുള്ള ഒരു വലിയൊരു ഇതാണ് ആത്മാവിന്റെ ചിന്ത. ഇതൊക്കെ നമ്മുടെ തീരുമാനമാണ്. ദൈവത്തിന് നമുക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് ഏതാണ് ആഗ്രഹം? അത് തീരുമാനിക്കുന്നവരാണ്. ജഡസ്വഭാവമുണ്ട്, ആത്മാവിന്റെ സ്വഭാവമുണ്ട്. നമ്മൾ ഏത് തീരുമാനിക്കുന്നപ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാനപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഓർക്കും എല്ലാവരും ഞാനൊക്കെ പണ്ടൊക്കെ ചിന്തിച്ചത് എല്ലാവരും അങ്ങ് ദൈവം ഓർക്കും എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ വരട്ടെ, എല്ലാവരും അങ്ങ് ഇതാകട്ടെ എന്നൊക്കെ ദൈവത്തിന് വേണ്ട ചെയ്യാം. പക്ഷേ ഞാൻ ചിന്തിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ വേറൊരു ദിവസം പറഞ്ഞ പോലെ ഞാനിങ്ങനെ കേട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഞെക്കി പഠിപ്പിച്ചാൽ അതിന് മധുരം കാണത്തില്ല. ഞെക്കി പഠിപ്പിച്ചാൽ അതിന് മധുരം കാണത്തില്ല. തന്നെ പഴുത്തെങ്കിൽ മാത്രമേ അതിന് മധുരം കാണത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മള് കാരണം നമ്മൾ അതുപോലെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അല്ലാതെ നമ്മളെ ഞെക്കി പഠിപ്പിച്ചാൽ നമുക്ക് മധുരം കാണത്തില്ല. നമുക്കൊരാഗ്രഹം വേണം. അല്ല, അതിനാണോ ദൈവം നമുക്ക് ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ആ ആഗ്രഹത്തിൽ മുന്നോട്ട് പോയെങ്കിലേ മറ്റത്തുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. അതിന്റെ സങ്കീർത്തനം 7:10 വായിച്ച്. എന്റെ പരിശ ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയ പരമാർത്ഥങ്ങളെ രക്ഷിക്കുന്നു. ഹൃദയ പരമാർത്ഥമാണ് വേണ്ടത്. ഹൃദയ പരമാർത്ഥതയോടുള്ള ഹൃദയത്തെയാണ് വേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കും വേറെ വാക്യമുണ്ട്, ഞാൻ തരത്തില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പി.
ദൈവത്തിനെ വിശ്വസിപ്പിക്കുന്ന അവിടെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകാതിരിക്കണം. എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ ഈ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. കാരണം ഏത് നിമിഷവും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് നമുക്ക് യാതൊരു ഇതുമില്ല. കാരണം ഇത് കാരണം അതുപോലെ സേഫ്റ്റി ആയിട്ട് കൊണ്ടെങ്കിൽ മാത്രം ഹൃദയത്തിൽ കലങ്ങാതെ ഓടും. കാരണം നമ്മള് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കലങ്ങാൻ സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം, ദൈവത്തോടുള്ള ആ ഒരു ആരാധന, ദൈവത്തിന്റെ മക്കളാകുന്നുള്ള ആ ഒരു അവകാശം നമ്മളെ വിട്ടു പോകുമെന്നാണ് നിങ്ങളുടെ അന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താണ്? ഹൃദയം കലങ്ങിപ്പോലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 7:11 പറഞ്ഞ്, ഹൃദയ പരമാർത്ഥികൾ അവൻ ഹൃദയ പരമാർത്ഥതയോടെ പോകുമെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന്റെ രക്ഷ നമുക്ക് വരത്തുള്ളൂ. ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് അവ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്രത്തോളം തുറന്നു കൊടുക്കുന്നുണ്ട്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നമുക്ക് ഈ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പ്രേമലേഖനമൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. ഞാൻ പ്രേമങ്ങളൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പോസ്റ്റ്മാനെ കൊണ്ടൊക്കെ ഞാൻ കൊടുപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഊമക്കത്തായിട്ടോ അല്ലൊക്കെ ഞാൻ എഴുതും. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ എഴുതും. എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ പല വേടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പക്ഷെ ഞാനൊരു അതെന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ് കാര്യം. നമുക്ക് മനുഷ്യനോട് പ്രകടിപ്പിക്കാം ആ ഹൃദയങ്ങൾ. പക്ഷെ അത് പറഞ്ഞ അതിനെക്കാട്ടും ഉപരി ദൈവത്തോട് ഹൃദയ പരമാർത്ഥതയോടെ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ നിന്ന് ഒന്നും ഹൃദയം നമ്മുടെ എല്ലാ ശുശ്രൂഷയും നമ്മുടെ പോക്കിലെ വരവ് എല്ലാം എന്തൊക്കെയാണ് ദൈവത്തോട് അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അർപ്പണം എന്താണ്, അത് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവിനോട്, പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. ഹൃദയം പുറമേ ഉള്ള ആ ഒരു ഇതല്ല ദൈവത്തെ ആഗ്രഹിക്കുന്നത്. പുറമേ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും. ദൈവം നമുക്ക് ആരോഗ്യവും ബലവും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറമെ എന്തെല്ലാം ചെയ്യാൻ പറ്റും. പുറമൊക്കെ എന്തെല്ലാമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഹൃദയ പരമാർത്ഥതയോടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നമുക്ക് മറ്റുള്ള മതങ്ങളിലൊക്കെ അവര് പുറമെ എന്തെല്ലാം ചെയ്യുന്നതോടെ അവര് ശൂലം കുത്തുന്നതും ഇത് ഉരുണ്ട പറഞ്ഞത് ശയന പ്രതീക്ഷയൊക്കെ ചെയ്യുന്നത് അതൊക്കെ അവർ ചെയ്യുന്നു. പക്ഷെ നമുക്കും ആ രംഗം നമുക്ക് ഇവിടുന്ന് നമുക്കും നമ്മളായിട്ടുള്ള രീതിയിൽ പുറമെ ചെയ്യാം. പല അങ്ങനെ തന്നെ നമ്മുടെ ശിശുക്കൾ മാത്രമേ പുറമെ ചെയ്യാം. പക്ഷെ അതൊന്നും പുറമെ വേണ്ട. ദൈവത്തിന് പറയുന്നത് അത് പുറമേ വേണ്ട. നിന്റെ അകത്തു നിന്നാണ് വേണ്ടത്. നിന്റെ അകത്തുനിന്നാണ് വേണ്ടത്. നമ്മൾ കൂടി വരുമ്പോൾ പുറമേ അല്ല, അകത്തൂടെ ദൈവത്തെ ആരാധിക്കണം. കാരണം ആ ഒരു സംതൃപ്തിയോടെ വേണം. നമുക്ക് സംതൃപ്തി വേണം, ദൈവത്തിന് സംതൃപ്തി വേണം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അത് പലപ്പോഴും നമുക്ക് സംതൃപ്തി ഉണ്ടോന്ന് നമ്മൾ ചിന്തിക്കാം. നമുക്ക് സംതൃപ്തി ഉണ്ട്. പക്ഷെ ദൈവത്തിന് സംതൃപ്തി ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായിരിക്കും അതുകൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ദൈവത്തിനും കൂടെ ആ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി ആ ഹൃദയത്തെ തുറന്നു വന്നിരിക്കും. ദൈവം നമുക്ക് വേണ്ടി പുത്രനെ നമുക്ക് നൽകി നമ്മുടെ ജീവൻ നമുക്ക് വേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. വിളിച്ച് വേർതിരിച്ച് കാണണം. കാരണം ഈ ഒരു ലോകപരമായിട്ട് നോക്കുമ്പോൾ നമ്മളെക്കാട്ട് ഒത്തിരി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാജാക്കന്മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും നമ്മൾ ചിന്തിക്കണം. പക്ഷെ അവർക്കൊക്കെ ഒന്നും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഞാനിത് പറയും, എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് കാരണം അതിനെക്കാട്ടും വലിയ നമ്മൾ ഓർക്കും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആ ചിന്തകളൊക്കെയാണ് ആ ഒരു എല്ലാം വലുത് ഈ ലോകത്തിൻ്റെതായിട്ടാണെന്നാണ് ചിന്തിക്കുന്നത്.
പക്ഷെ അതിലും അപ്പുറം വലിയ രാജാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ശുശ്രൂഷ, ഞാൻ പറഞ്ഞ പോലെ ശുശ്രൂഷയിൽ എല്ലാവരും എന്നാ പലപ്പോഴും ഞാൻ പെരുമാറിയിട്ടുണ്ട്. എന്നെ ചില ഏൽപ്പിക്കുമ്പോൾ ഞാനൊക്കെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് ദൈവത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ മാനുഷ്യമായിട്ട് നമ്മൾ ചിന്തിക്കും, അയ്യോ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ വേണം കൂടി വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവിനോടെ ദൈവം അതിനായിട്ട് ആരാധിക്കട്ടെ. പണം ആരാധിക്കാൻ ദൈവം സഹായിക്കട്ടെ. പണം ഞാൻ ഓർക്കും ഇവിടെ നിന്നുകൊണ്ട് പലരും ശുശ്രൂഷ ചെയ്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മെസ്സേജ് ആണെങ്കിലും പാട്ടിലൂടെ ആണെങ്കിലും. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന, ഭാഷ നേരത്തെ പറഞ്ഞാണ് പറഞ്ഞു കൊടുക്കുന്നത്, നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് ദൈവിക കാര്യം മാറ്റി വെക്കാം. അത് ഈസി ആയിട്ട് മാറ്റി വെക്കാം. നമുക്ക് അല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒന്നും നമുക്ക് മാറ്റി വെക്കാം, അത് പറ്റത്തില്ല. പക്ഷെ ദൈവിക കാര്യമൊക്കെ നമുക്ക് ഈസി ആയിട്ട് അത് മാറ്റി വെക്കാം. നമുക്ക് മാറ്റി വയ്ക്കും. പല കാരണങ്ങൾ കാണും. പക്ഷെ ആ കാരണം ദൈവത്തിന് അറിയേണ്ട കാര്യമില്ല. നമ്മളുടെ കാരണം നമ്മളെ തന്നെ ന്യായീകരിക്കാൻ തോന്നും. പക്ഷെ അത് ദൈവത്തിന് അത് അറിയേണ്ട കാര്യമില്ല. ദൈവത്തിന് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് അത് ശുശ്രൂഷ ഇപ്പം ചെയ്യണ്ട. പലരും മാറി നിൽക്കുന്നുണ്ട്, ഞാനങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് ആരോഗ്യം ബലവും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശുശ്രൂഷകളിലൊക്കെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. അത് ഓരോ ദിവസവും ദൈവം അതിനായിട്ട് നമ്മൾ വിളിച്ച് വേർതിരിക്കട്ടെ എന്ന് പറയുന്നു. ദൈവം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ദൈവം ഇനി മുന്നോട്ട് നമുക്ക് എത്രത്തോളം നമ്മൾ ഈ ഒരു ഭൂമിയിൽ ആയുസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അടുത്ത നിമിഷം ഞാൻ റൂമിൽ എത്തുമെന്ന് ഞാൻ അറിയത്തില്ല. ആ ഒരു ഘട്ടങ്ങളിലാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുക. കാരണം ഏത് നിമിഷവും നമുക്ക് ഈ ഒരു ലോകത്തിൽ നമുക്ക് വിട്ടുപോകാം, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ കിട്ടുന്ന സമയത്തുള്ള ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ആ ഒരു ദൈവം ഓരോരുത്തർക്കും ഓരോ താഴ്ന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ താഴ്ന്നതിന്റെ കണക്കൊക്കെ നമുക്കറിയാം. ആ താഴ്ന്ന് നമുക്ക് കുഴിച്ചു മൂടാതെ, നമ്മളെ തന്നെ മാറ്റി വെക്കാതെ, നമ്മൾ അതിനെ എന്താ പറയണ്ട, ഫ്രീസറിൽ വെക്കാതെ അത് നമ്മളത് എടുത്ത് അത് യൂസ് ചെയ്യുവാൻ ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ആരും മാറി നിൽക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കത് പറയാൻ തോന്നുന്നതാണ് പറഞ്ഞത്. ആരും മാറി നിൽക്കല്ലേ, ശുശ്രൂഷയിൽ മാറി നിൽക്കല്ലേ. കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇനിയിപ്പം ഇനിയുണ്ട് 2 ആഴ്ച കൂടൊക്കെ. അപ്പം ഇനിയാണോ പറയേണ്ടതെന്നൊക്കെ ചില ചിന്തിക്കും, ഇങ്ങനെയാണോ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, പേര് കൊടുക്കേണ്ടവരൊക്കെ പേര് കൊടുത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അതിനായിട്ട് എല്ലാവരും ഒരുക്കട്ടെ. ദൈവം അതിനുള്ള പ്രേരണ കൊടുക്കട്ടെ എന്ന് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളിലുള്ള, ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ, നമ്മളിലുള്ള ആ പ്രതിസന്ധിയും നമ്മുടെ പ്രയാസങ്ങളും നമുക്ക് വന്നിരിക്കുന്ന അതെല്ലാം മാറിപ്പോകുന്നുള്ളതാണ് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ. അങ്ങനെ മാറി നിൽക്കുവാൻ ദൈവം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാറുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കാതെ കൂടുതൽ ദൈവത്തോട് ഹൃദയ പരമാർത്ഥത ദൈവത്തോടെ ആരാധിക്കുക, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ മെസ്സേജ് നൽകി.